ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഒരിക്കലും ഹെയർ ഫോൾ ഉണ്ടാവില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യണേ. ഈ ഹെയർ ഫോൾ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്കുള്ളത് ഈ വീഡിയോ. നിങ്ങളിതൊരു 1 മന്ത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഒന്നരാടട്ടെങ്കിലും ഒന്ന് ചെയ്തേക്കണേ. ഈ അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല പോലെ ഹെയർ ഫോൾ ആവും. ഈ ഹെയർ ഫോൾ ഉണ്ടാവണം എങ്ങനെയാ? നമ്മുടെ സ്കാൽപ്പിന് ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട്, അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഈ സ്കാൽപ്പ് ഹെൽത്ത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹെയറിനും സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതായത് കാൽസ്യവും സിങ്കും നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടില്ല. ഇനി പോയ മുടി തിരിച്ചു വരണ്ടേ? അതിനെന്ത് വേണം? നല്ല പ്രോട്ടീൻ വേണം. ഇല്ലെങ്കിലോ ഹെയർ ഗ്രോത്തും ഉണ്ടാവില്ല. ഇതെല്ലാം ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്, അതായത് നമ്മുടെ മുരിങ്ങയില. ഉണ്ടാക്കുന്ന കാര്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ചട്ടിയിലേക്ക് ദേ ഈ കാണുന്ന പോലെ ഒരു 5-6 ഉള്ളി, കുറച്ച് മുളകിടാം, പിന്നെ ചെറിയൊരു കഷ്ണം പുളി, പിന്നെ 1 സ്പൂൺ ഉലുവ ചേർക്കാം. ഇത്രയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നമുക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല, നല്ലൊരു സംഭവമാണ്. ഇനി ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് മുരിങ്ങയില ആഡ് ചെയ്തിരുന്നു കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 1 മിനിറ്റ് കൂടി ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഓഫ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വാസം. അതല്ലെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ ഈ മുടി എന്ന് പറയുന്ന സാധനം പോയാലും തിരിച്ചു വരും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഹെയർ ഫോൾ കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കും തോറും ഹെയർ ഫോൾ കൂടുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് നമ്മൾ ചമ്മന്തിക്ക് അരക്കില്ലേ, അതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ ഡെയിലി ഒന്ന് കഴിച്ചു നോക്കണേ. ഒരു 1 മന്ത് ഒന്ന് ഡെയിലി കഴിച്ചു നോക്കിയിട്ട് മാറ്റം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അല്ലാത്തവരാണെങ്കിൽ ഒന്നരാടട്ടെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഡെയിലി നിങ്ങളൊരു 4 മിനിറ്റ് നേരം, കൂടുതലൊന്നും വേണ്ട, 4 മിനിറ്റ് നേരം തല നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ പോലെ തന്നെ നമ്മൾ തലയിലും ഇത് ചെയ്യുമ്പോൾ നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. പിന്നെ ഹെയർ നല്ലപോലെ ഒന്ന് വളരാനും അതിന് സഹായിക്കും. അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വെയിറ്റിനും ഹൈറ്റിനും അനുസരിച്ച് നമ്മൾ ഡെയിലി ഇത്രയും വെള്ളം കുടിക്കണമെന്നുണ്ട്. ആ കണക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യോ എന്തെങ്കിലും ചെയ്യണേ. അതിനനുസരിച്ച് നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കണം. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതൊരു നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഈ ഉള്ളി മുളകൊക്കെ ചുട്ടരച്ചിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, അതിൻ്റെ കൂടെ ഈ മുരിങ്ങയുടെ ഇലയും കൂടി വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളൊരു അടുപ്പിച്ചൊരു 1 മന്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണേ. മാറ്റമുണ്ടോ നമുക്ക് നോക്കാമല്ലോ, അപ്പം അറിയാമല്ലോ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.